എനിക്ക് പിന്നിൽ ഗൾഫിൽ ഉയരുന്ന കോൺക്രീറ്റ് കാടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. എന്നാൽ ബഹ്റിനിൽ ഒരു വില്ലയുടെ മട്ടുപ്പാവിൽ ഒരാൾ കൃഷി നടത്തുകയാണ്. അശോകനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമാണ് ഈ കൃഷിക്ക് പിന്നിൽ. തൻ്റെ ദുശ്ശീലങ്ങളൊക്കെ മാറ്റി ഒരു പുതിയ ജീവിതം നയിക്കാൻ തന്നെ കൃഷി പ്രേരിപ്പിച്ചെന്നാണ് അശോകൻ പറയുന്നത്. ബഹ്റിനിലെ ഈ നന്മയുള്ള കാഴ്ചയിലേക്കാണ് ഇനി. ജോലി, അത് കഴിഞ്ഞാൽ കിടക്കാൻ മാത്രം എത്തുന്ന താമസ സ്ഥലം, ആകെ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ച ഉറക്കത്തിനായി നീക്കിവെക്കും. ഒരു സാധാരണ പ്രവാസിയുടെ ജീവിതത്തിൽ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ ബഹ്റിനിലെ ഈസ ടൗണിൽ താമസിക്കുന്ന അശോക് കുമാർ എന്ന അശോകന് ഇതൊന്നുമല്ല പ്രവാസ ജീവിതം. പണി കഴിഞ്ഞെത്തുന്ന സമയവും അവധികളും വീട്ടിലെ മട്ടുപ്പാവിലെ പഴം പച്ചക്കറി കൃഷിയിലാണ് ഈ കൊല്ലത്തുകാരന്റെ ശ്രദ്ധ. അശോകൻ ജോലി നോക്കുന്ന നിർമ്മാണ കമ്പനിയുടെ ഉടമ ഷാജിയുടെ വീട്ടിലാണ് അശോകനും താമസിക്കുന്നത്. ഷാജിയുടെ മക്കളായ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവയാനിയും 1ാം ക്ലാസ്സുകാരിയായ ശിവാനിയുമാണ് കർഷകനായ അശോകനെ സഹായിക്കാനെത്തുന്നത്. വന്നിട്ട് 15 വർഷമായി. പിന്നെ ഇത്രയും ഇവിടെ 4 വർഷമായിട്ടുണ്ട്. നമ്മൾ ഈ 4 വർഷം കൊണ്ടാണ് നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പോഴാണ് സൗകര്യം ഉണ്ടായത്. നേരത്തെ ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇപ്പം സ്വന്തമായിട്ട് ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്തു. ഇവിടെ പയറുണ്ട്, മുളകുണ്ട്, ടൈപ്പുണ്ട്, ക്യാപ്സിക്കൻ ടൈപ്പുണ്ട്, പിന്നെ തക്കാളിയാണ് കൂടുതൽ ഞാൻ വെച്ചിട്ടുള്ളത്. ഈ സീസണിൽ തക്കാളിയാണ് കൂടുതൽ വെക്കൽ. പിന്നെ വഴുതന ഉണ്ട്, പിന്നെ ആലുവൊക്കെ ഞാൻ ഇപ്രാവശ്യം വെച്ച് നോക്കിയിട്ടുണ്ട്. ആലുവൊക്കെ കിളിച്ച് വരുന്നുണ്ട് നല്ലോണം. പിന്നെ ഉള്ളി, പപ്പായ, അത് ടെറസിലായതുകൊണ്ട് ഞാനത് വളരെ ക്യാനൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഈ കിളിച്ച് വരുന്നു അതാണ്. പിന്നെ കറിവേപ്പില വെച്ചിട്ടുണ്ട്, നമുക്ക് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില കിളിക്കുന്നുണ്ട്. പണി കഴിഞ്ഞു വരുന്നത് രാത്രി 8 മണിയോടെയാണ്. വസ്ത്രം മാറി നേരെ മട്ടുപ്പാവിലേക്ക്. അവിടെ കിളക്കലും വെള്ളമൊഴിക്കലും നടിയിലും വിളവെടുപ്പുമായി സമയം പോകും. ഒരു ദിവസം ശരാശരി 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ സമയം ചെലവഴിക്കാറുണ്ട് അശോകൻ. കൃഷി തുടങ്ങിയതിൽ പിന്നെ മൊബൈൽ ഫോൺ, ഫേസ്ബുക്ക് എന്നിവയിലെല്ലാം ചെലവഴിക്കുന്ന സമയം നല്ലതുപോലെ ലാഭിക്കാൻ കഴിയുന്നുണ്ട് എന്ന് അശോകൻ പറയുന്നു. കുറച്ച് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം, നമ്മൾ ഇച്ചിരി കൂടുതൽ വെച്ച് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിന് ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസിലായിട്ട് നമ്മൾ മണ്ണൊക്കെ പുറത്തുനിന്ന് മേടിക്കും. നാട്ടിലെ കൂടെ മണ്ണ് ഫ്രീ കിട്ടില്ല. നമ്മൾ അതിന് വരെ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത്. പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അതിന് പ്രത്യേക വളം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം മേടിച്ച് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും വൈകിട്ടാണ് വന്ന് വെള്ളം ഒഴിച്ചിരിക്കണം. ഉറപ്പായിട്ടും വെള്ളം ഒഴിക്കണം, എല്ലാ ദിവസവും നോക്കിയിരിക്കണം. പിന്നെ ഇപ്പം ആവശ്യത്തിനുള്ള നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ടൊമാറ്റോ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി ഇല്ല പുറത്തുനിന്നല്ല. പിന്നെ നമ്മുടെ ഗസ്റ്റ്, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അത്യാവശ്യം കൊടുക്കലൊക്കെ ഉണ്ട്. 16 വർഷമായി ബഹ്റിനിൽ താമസിക്കുന്ന കൊല്ലം ആലുംകടവ് സ്വദേശി അശോകൻ കഴിഞ്ഞ 3 വർഷമായി ഈ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നു. വെണ്ട, പയർ, തക്കാളി, മുളക്, വഴുതന തുടങ്ങിയവയാണ് അശോകന്റെ മട്ടുപ്പാവിലെ ഗ്രോ ബാഗിലും വെള്ളക്കുപ്പികളിലും പൊട്ടിയ ബക്കറ്റുകളിലും വളർന്നു വലുതായ പ്രധാന പച്ചക്കറികൾ. ഷാജി നമ്മളൊരു 15 വർഷത്തോടുള്ള പരിചയമാണ്. നമ്മുടെ ഒരു സ്വന്തം ജ്യേഷ്ഠതാകാരനെ പോലുള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ്, ശിവാനി, ദേവയാനി, പുള്ളിയുടെ വൈഫ് ലീന, ദേവ്. ഇവർക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര താല്പര്യമാണ് കൃഷിയോട്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. അവർക്ക് ഇതിൻ്റെ പൂവ് ഇലകളൊക്കെ കാണുമ്പം നാട്ടിൽ അധികം ഗൾഫിൽ വളരുന്ന കുട്ടികളാകുമ്പം നാട്ടിനെക്കുറിച്ച് കൂടുതൽ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് അവരുടെ താല്പര്യമാണ് സത്യത്തിൽ നമ്മളിത് ചെയ്യാനായിട്ട് പ്രയോജനമായിട്ടുള്ളത്. വീട്ടിലെ കറികൾക്ക് മട്ടുപ്പാവിലെ വിളകൾ ധാരാളമാണ്. സുഹൃത്തുക്കൾക്കും കൃഷി കാണാൻ വീട്ടിലെത്തുന്നവർക്കും അശോകൻ മനസ്സ് നിറഞ്ഞാണ് ഉള്ളത് പറിച്ചു കൊടുക്കുന്നത്. ജൈവ മാലിന്യങ്ങളാണ് വിളകൾക്ക് പിന്നിലെ രഹസ്യം. പച്ചക്കറികൾ കൂടാതെ ഇവിടെ തന്നെ വിരിയിച്ചെടുത്ത കോഴികളും ധാരാളമുണ്ട്.
ഇവിടെ നമ്മൾ കോഴീനെ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് മേടിച്ച് വളർത്തിയതാണ്. പിന്നെ അങ്ങനെ വളർത്തി ഇത് ഈ കോഴി ഇങ്ങനെ ഒരു 3-4 മുട്ടയുടെ കൂടെ ഇങ്ങനെ അടയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അത് അടയൊക്കെ വെച്ചിട്ട് തന്നെ വിരിഞ്ഞ കുട്ടികളാണ് ഈ കാണുന്നതൊക്കെ. അത്യാവശ്യത്തിന് നമുക്ക് വീട്ടിലെ മുട്ട, ആവശ്യത്തിനുള്ള മുട്ട, കുട്ടികൾക്ക് കഴിക്കാനുള്ളത് വീട്ടിലെ ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ കിട്ടുന്നുണ്ട്. ഒരു ദിവസം 3-4 എണ്ണമൊക്കെ എന്തായാലും ഉറപ്പായിട്ട് കാണും. തീറ്റ നമ്മൾ വീട്ടിലുള്ള ഫുഡിൻ്റെ വേസ്റ്റുകളും ഫുഡ് അങ്ങനെ ഐറ്റംസ് എല്ലാം കൊടുക്കും. പിന്നെ പുറത്ത് അത് മുഴുവൻ ഇത്രയും 10-20 കോഴികളുണ്ട്, എല്ലായിടത്തും കൊടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ വാങ്ങിയിട്ടുണ്ട്, തീറ്റ വാങ്ങിയിട്ട് കൊടുക്കലുണ്ട്. പിന്നെ ഇതിനെ നമ്മൾ നല്ല കെയർ ചെയ്യണം. അതിന് ചൂടാകുമ്പോൾ അതിന് ഫാന് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ തണുപ്പാകുമ്പോൾ അതുപോലെ നമ്മൾ ഹീറ്ററിന് ലൈറ്റോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. വളരെ കാറ്റൊന്നും അധികം അടിക്കാതെ വളരെ കെയറായിട്ട് സൂക്ഷിക്കണം സാധനം. പിന്നെ നല്ല മുട്ട നമുക്ക് കഴിക്കാം. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ കൃഷി കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിച്ചാൽ അശോകൻ 2 ഉത്തരങ്ങൾ നൽകും. നല്ല ഉറക്കം കിട്ടും, പിന്നെ നല്ല മനസമാധാനവും.